വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Fashion ranging from rupees 19 to rupees 999. Atlas Fashion, now at Minerva Padi, Nilambur. നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ജനുവരി 26 മുതൽ 30 വരെ. മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. ജനസേവന രംഗത്ത് പുത്തൻ പ്രതീക്ഷകളുമായി ചുങ്കത്തറ സർവീസ് സഹകരണ ബാങ്ക്. ചുങ്കത്തറ സർവീസ് സഹകരണ ബാങ്ക്. Poppies Baby Skin Safe Dresses. പണമില്ലെങ്കിൽ വിഷമിക്കേണ്ട. സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും. മിതമായ നിരക്കിൽ നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു തരുന്നു. KM Solar World, complete solar solution. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നാടിനെ ഞെട്ടിച്ച ഒരു കൊലപാതകത്തിന്റെ വാർത്തയോടുകൂടിയാണ് ഇന്നത്തെ ദിനം തുടങ്ങിയത്. വണ്ടൂരിനടുത്ത് വാണിയമ്പലം പോരൂർ പൂത്രക്കോവിലാണ് ഒരു 14-കാരിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോലീസിന്റെ അന്വേഷണത്തിലാണ് വലിയ ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കരുവാരക്കുണ്ടിൽ നിന്നും കഴിഞ്ഞ ദിവസം കാണാതായ 14-കാരിയെ വണ്ടൂർ വാണിയമ്പലത്തിനടുത്ത് കുറ്റിക്കാട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. സംഭവത്തിൽ ആൺ സുഹൃത്ത് പോലീസിന്റെ കസ്റ്റഡിയിൽ. കൊലപാതകമെന്ന് പോലീസ്. നിലമ്പൂർ ഗവൺമെന്റ് കോളേജിനായുള്ള പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾക്ക് തുടക്കമായി. നിർദ്ദിഷ്ട സ്ഥലത്ത് മണ്ണ് പരിശോധന നാളെ മുതൽ ആരംഭിക്കുമെന്ന് ആര്യടൻ ഷൗക്കത്ത് MLA. CBSE സെൻട്രൽ സഹോദയ കിഡ്സ് ഫെസ്റ്റിന് നിലമ്പൂർ PV's മോഡൽ സ്കൂളിൽ തുടക്കം. വേദികളിൽ കുഞ്ഞു മത്സരാർത്ഥികളുടെ കലാപ്രകടനങ്ങൾ മികവാർന്നത്. കരുവാരക്കുണ്ടിൽ നിന്നും കഴിഞ്ഞ ദിവസം കാണാതായ 14-കാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. വണ്ടൂരിനടുത്ത് പോരൂർ പൂത്രക്കോവിൽ കുറ്റിക്കാട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഈ 14-കാരിയുടെ അതേ വിദ്യാലയത്തിൽ പഠിക്കുന്ന സഹപാഠിയായ 16-കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് നടത്തിയ വലിയ അന്വേഷണത്തിലാണ് ഒരു വലിയ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. കരുവാരക്കുണ്ടിൽ നിന്നും കാണാതായ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ മൃതദേഹം വാണിയമ്പലത്തിനടുത്ത് പൂത്രക്കോവിലെ കുറ്റിക്കാട്ടിൽ നിന്നും കണ്ടെത്തി. കരുവാരക്കുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ മൃതദേഹമാണ് പോരൂർ പൂത്രക്കോവ് റെയിൽവേ ട്രാക്കിന് സമീപമുള്ള പുള്ളിപ്പാടം ഗ്രൗണ്ടിനടുത്തുള്ള ആളൊഴിഞ്ഞ കുറ്റിക്കാട്ടിൽ നിന്നും കണ്ടെത്തിയത്. ഇന്നലെ രാവിലെ സ്കൂളിലേക്കായി വീട്ടിൽ നിന്നും പോയ കുട്ടിയെ വൈകിട്ട് കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. മൃതദേഹത്തിന് സമീപം സ്കൂൾ ബാഗും കണ്ടെത്തിയിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ ഉന്നത പോലീസ് സംഘവും ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിവരികയാണ്. സംഭവത്തിൽ മരണപ്പെട്ട പെൺകുട്ടിയുടെ ആൺ സുഹൃത്തായ 17-കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഒരു നാടിനെ ഒന്നാകെ ഞെട്ടിച്ചൊരു വാർത്തയാണ് കരുവാരക്കുണ്ടിൽ നിന്നും കാണാതായ 14 വയസ്സുകാരി കൊല്ലപ്പെട്ടു എന്ന വാർത്ത. കരുവാരക്കുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം വിദ്യാലയത്തിലേക്ക് യൂണിഫോമിൽ സ്കൂൾ ബാഗുമായി ഇറങ്ങിയ വിദ്യാർത്ഥിനിയുടെ മൃതദേഹം ഇന്ന് രാവിലെയാണ് ഏറെ അകലെ വണ്ടൂരിനടുത്ത് വാണിയമ്പലം പൂത്രക്കോവിനടുത്തുള്ള പുള്ളിപ്പാടം എന്ന പ്രദേശത്തെ ഗ്രൗണ്ടിൽ റെയിൽവേ ട്രാക്കിനോട് ചേർന്നാണ്, നിലമ്പൂർ ഷൊർണൂർ റെയിൽവേ ട്രാക്കിനോട് ചേർന്നാണ് ഈ ഒരു
കുറ്റിക്കാട് ഉള്ളത്. അവിടെ ഒരു ഗ്രൗണ്ടിനടുത്തുള്ള പുള്ളിപ്പാടം എന്ന പ്രദേശത്തെ ഗ്രൗണ്ടിന് അടുത്തുള്ള കുറ്റിക്കാട്ടിലാണ് 14 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. എന്തായാലും കരുവാരക്കുണ്ടിൽ നിന്നും കാണാതായ ഈ ഒരു 14 വയസ്സുകാരിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയെന്ന വാർത്ത ഇപ്പോഴും നമ്മുടെ മലയോര ജനതയെ ഞെട്ടിച്ചിരിക്കുകയാണ്. ആ ഞെട്ടലിൽ നിന്നും മലയോര ജനത ഇപ്പോഴും മുക്തമായിട്ടില്ല. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിയുടെ സുഹൃത്ത് 16 വയസ്സുകാരനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വിശദമായ അന്വേഷണങ്ങൾ നടത്തി വരികയാണ്. ഇന്ന് രാവിലെയാണ് ഈ കൊലപാതകം എന്ന വാർത്ത നാട് അറിയുന്നത്. ഇന്നലെ രാവിലെ സ്കൂളിലേക്ക് പതിവ് പോലെ യൂണിഫോം ഇട്ട് സ്കൂൾ ബാഗുമായി പോയ വിദ്യാർത്ഥിനിയാണ് ഈ 14 വയസ്സുകാരി. സ്കൂളിലെ മിടുക്കിയായ ഒരു വിദ്യാർത്ഥിനിയാണ്. SPCയിലടക്കം സജീവമായി പങ്കെടുക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് എന്നാണ് കരുവാരക്കുണ്ടിൽ നിന്നുമുള്ള നാട്ടുകാരും നമ്മളോട് പറയുന്നത്. ഈ വിദ്യാർത്ഥിനി എങ്ങനെയാണ് ഈ കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചത്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയൊക്കെയാണ് സാഹചര്യങ്ങൾ ഉണ്ടായത് എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ അന്വേഷണമാണ് പോലീസ് നടത്തിവരുന്നത്. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഉന്നത പോലീസ് സംഘം, സംസ്ഥാന തലത്തിലെ തന്നെ ഉന്നത പോലീസ് സംഘം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻക്വസ്റ്റ് നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നുണ്ടെന്നാണ് വിവരം. ഒപ്പം ഫോറൻസിക് വിഭാഗം അടക്കമുള്ള ശാസ്ത്രീയ കുറ്റാന്വേഷണ പോലീസിന്റെ വിഭാഗങ്ങളും ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തി തെളിവുകൾ ശേഖരിക്കുന്നുണ്ട്. ഈ സംഭവത്തിൽ 16 വയസ്സുകാരൻ ഇതേ വിദ്യാലയത്തിലെ കരുവാരക്കുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയായ 16 വയസ്സുകാരനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്, എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിന്റെ കാരണം എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഇനിയും സമഗ്രമായ അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട്. ഈ 16-കാരൻ ഇപ്പോൾ വണ്ടൂർ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. വണ്ടൂർ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളതെന്നാണ് അറിയുന്നത്. വിശദമായി പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. എന്തായാലും ഇതിൽ ഒരുപാട് ദുരൂഹതകൾ നീങ്ങേണ്ടതുണ്ട് ഈ ഒരു വിഷയത്തിൽ. കാരണം കരുവാരക്കുണ്ടിൽ നിന്നും ഇന്നലെ വൈകുന്നേരമാണ് ഈ പെൺകുട്ടിയെ കാണാതായി എന്ന ഒരു പരാതിയുമായി പെൺകുട്ടിയുടെ അമ്മ പോലീസ് സ്റ്റേഷനിലെത്തുന്നത്. ആ സമയം മുതൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. അമ്മ പരാതി നൽകുമ്പോൾ തന്നെ ഈ കുട്ടിക്ക് ഇങ്ങനെയൊരു ആൺസുഹൃത്തുമായി നേരത്തെ ഒരു ബന്ധമുണ്ടായിരുന്നുവെന്നും അത് ഈ ആൺകുട്ടി നേരത്തെ ഈ പെൺകുട്ടിയെ പുറകെ നടന്ന് ശല്യം ചെയ്തിരുന്നുവെന്നും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഒരു പരാതികളൊക്കെ ഉണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സൂചന കൂടി പെൺകുട്ടിയുടെ മാതാവ് പോലീസിനെ അറിയിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പോലീസ് ഈ ഒരു 16-കാരനിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചത്. അങ്ങനെ ഇന്ന് രാവിലെ ഈ 16-കാരനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തതിൽ നിന്നാണ് ഈ പെൺകുട്ടി ഇങ്ങനെ മരണപ്പെട്ടു എന്ന വിവരം പോലീസിനോട് ഈ 16-കാരൻ പറയുന്നത്. ആദ്യം പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ 16-കാരൻ ശ്രമിച്ചു. കാരണം ട്രെയിനിൽ നിന്നും വീണ് മരണപ്പെട്ടുവെന്നാണ് ആദ്യം തെറ്റിദ്ധരിപ്പിച്ചത്. അങ്ങനെ മൃതദേഹമുള്ള സ്ഥലത്തേക്ക് പോലീസ് സംഘം ഈ 16-കാരനുമായി പോയി. അങ്ങനെ അവിടെ ഈ പെൺകുട്ടിയുടെ മരണം പോലീസ് സ്ഥിരീകരിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മറ്റ് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ കാര്യങ്ങളിൽ തെളിവുകൾ പുറത്തേക്ക് വരുന്നത്. ഈ കുട്ടി ക്രൂരമായ പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസിന്റെ ഒരു പ്രാഥമികമായ നിഗമനം. ആ ഒരു രീതിയിലുള്ള ശാസ്ത്രീയമായ തെളിവുകൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. സാഹചര്യ തെളിവുകളുടെ ഒരു അടിസ്ഥാനത്തിലാണ് പോലീസ് ഇത് പറയുന്നത്. ഒരു പീഡനം നടന്നിട്ടുണ്ട്. പെൺകുട്ടിയുടെ മൃതദേഹം കിടന്നിരുന്നത് കൈകൾ ധരിച്ചിരുന്ന ഷാള് കൊണ്ട് കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു കിടന്നിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തിനാണ് അങ്ങനെ കൂട്ടിക്കെട്ടിയത്, എങ്ങനെയാണ് കൊലപ്പെടുത്തിയത്, ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത് എന്നാണ് ഇപ്പോൾ പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനമുള്ളത്. അപ്പോൾ എന്താണ് ആ കൊലപാതകത്തിലേക്ക് നയിച്ചതിന്റെ കാരണം, എങ്ങനെയാണ് ഈ രണ്ടുപേരും കരുവാരക്കുണ്ടിൽ നിന്നും ഈ പറയുന്ന പൂത്തൃക്കോവിനടുത്തുള്ള ഈ ഒഴിഞ്ഞ പ്രദേശത്തേക്ക് എത്തിയത്, ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റാർക്കെങ്കിലും കൂടുതൽ പങ്കുകളുണ്ടോ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ. കാരണം ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ വിളിച്ചു വരുത്തുക, എന്നിട്ട് അങ്ങനെ ക്രൂരമായി പീഡിപ്പിക്കുക, കൊലപ്പെടുത്തുക എന്നതിലൊക്കെ മറ്റാർക്കെങ്കിലും പങ്കുകളുണ്ടോ എന്നതൊക്കെ പോലീസ് സമഗ്രമായി അന്വേഷിച്ചു വരികയാണ്. എന്തായാലും 14 വയസ്സുകാരിയുടെ ഈ ഒരു കൊലപാതകം, അത് 16 വയസ്സുകാരൻ അതിൽ കസ്റ്റഡിയിലായിരിക്കുന്നു. ഈ കുറ്റം കസ്റ്റഡിയിലായ 16 വയസ്സുകാരൻ കുറ്റം സമ്മതിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇനി അതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ, ഇതിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയുള്ള സമഗ്രമായ അന്വേഷണങ്ങളിലേക്കാണ് പോലീസ് നീങ്ങുന്നത്. പോലീസിന്റെ ഒരു ഉന്നത സംഘം തന്നെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. വിവിധ DYSPമാർ,
ജില്ലയിലെ വിവിധ ഡിവൈഎസ്പിമാർ, SP-യുടെ നേതൃത്വത്തിൽ ഡിവൈഎസ്പിമാർ, അതോടൊപ്പം തന്നെ CI-മാർ, SI-മാർ അടക്കമുള്ള വലിയ സംഘം, ശാസ്ത്രീയ കുറ്റാന്വേഷണ വിഭാഗത്തിലെ ആളുകളെല്ലാം ഇപ്പോൾ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തി തെളിവുകൾ ശേഖരിക്കുകയാണ്. കൂടുതൽ ആളുകൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പങ്കുണ്ടോ എന്ന രീതിയിലുള്ള ഒരു അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തിവരുന്നത്. അതോടൊപ്പം തന്നെ എന്താണ് ഈ കൊലയിലേക്ക് നയിച്ച കാരണം, പ്രണയം നിരസിച്ചതിലുള്ള വൈരാഗ്യമാണോ, ആ സാഹചര്യങ്ങളൊക്കെ ഇതിലേക്ക് ഇപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായി വരുമെന്നാണ് അറിയുന്നത്. ഒപ്പം എങ്ങനെയാണ് ഈ കുട്ടിയെ പ്രലോഭിപ്പിച്ച് കരുവാരകുണ്ടിൽ നിന്നും ഈ പറയുന്ന പോരൂർ പൂത്രക്കോവിലെ ഈ ഒരു ഒഴിഞ്ഞ പ്രദേശത്തേക്ക് എത്തിച്ചത് എന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഇനി അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട്. ആദ്യം ഈ 16 വയസ്സുകാരൻ, ഇപ്പോൾ കസ്റ്റഡിയിലുള്ള 16 വയസ്സുകാരൻ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും വിശദമായ ചോദ്യം ചെയ്യലിലൂടെയാണ് പീഡനം നടന്നുവെന്നും പീഡനശേഷം ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത് എന്നുമുള്ള ഒരു കണ്ടെത്തലിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇനി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം പൂർത്തിയാകേണ്ടതുണ്ട്. അതിനൊക്കെ ശേഷമായിരിക്കും ഇതിലെ കൂടുതൽ ചുരുളുകൾ അഴിയുക. എന്തായാലും ഒരു നാടിനെ ഒന്നാകെ ഞെട്ടിച്ചൊരു വാർത്തയാണ് ഇന്ന് വണ്ടൂർ വാണിയമ്പലത്ത് നിന്നും നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. നിരവധി ആളുകളാണ് ഈ സംഭവം അറിഞ്ഞ ശേഷം ഈ പ്രദേശത്തേക്ക് വരുന്നത്. പോലീസ് ഇപ്പോൾ അവിടെ കൃത്യമായ പരിശോധനകൾ നടത്തി വരികയാണ്. വണ്ടൂർ വാണിയമ്പലത്ത് പൂത്രക്കോവിനടുത്തുള്ള ഈ ആളൊഴിഞ്ഞ പ്രദേശത്ത് 14 വയസ്സുകാരിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇപ്പോൾ 16-കാരൻ അറസ്റ്റിലായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. പീഡനം നടന്നിരിക്കുന്നു, ശ്വാസം മുട്ടിച്ചാണ് കൊലപാതകം നടന്നിരിക്കുന്നത്. മൃതദേഹം കൈകൾ ഷാളുകൾ മുന്നിലേക്ക് കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു, യൂണിഫോമിലായിരുന്നു ഈ മൃതദേഹം ഉണ്ടായിരുന്നത്. അപ്പോൾ സ്കൂളിൽ നിന്ന് നേരെ വരുന്ന സാഹചര്യമാണ്. അപ്പോൾ ഇന്നലെ ഈ കുട്ടി രാവിലെ വീട്ടിൽ നിന്ന് വിദ്യാലയത്തിലേക്ക് ഇറങ്ങിയതാണ്, വിദ്യാലയത്തിലേക്ക് എത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട്. എന്തായാലും ഒരു നാടിനെ ഞെട്ടിച്ച ഒരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് വണ്ടൂരിൽ നിന്നും റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. നിലമ്പൂർ ഗവൺമെന്റ് കോളേജിനായുള്ള പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾക്ക് തുടക്കമായി. പദ്ധതിയുടെ ഭാഗമായി നിർദ്ദിഷ്ട സ്ഥലത്തെ മണ്ണ് പരിശോധന നാളെ മുതൽ ആരംഭിക്കുമെന്ന് ആര്യടൻ ഷൗക്കത്ത് MLA പറഞ്ഞു. കോളേജിനായി അനുവദിച്ച പ്ലോട്ടിലേക്കുള്ള വഴിവെട്ടുന്ന പ്രവർത്തികൾ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ നിലവിൽ പുരോഗമിക്കുകയാണ്. കെട്ടിട നിർമ്മാണത്തിന് എത്ര തുക വേണ്ടിവരുമെന്ന് കണക്കാക്കുന്നതിനും വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനുമായി മണ്ണ് പരിശോധന അനിവാര്യമാണ്. പൈലിങ്ങോ മറ്റോ ആവശ്യമുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിലൂടെയാണ് തീരുമാനിക്കുക. മണ്ണ് പരിശോധന പൂർത്തിയാക്കി എസ്റ്റിമേറ്റ് തയ്യാറാക്കി ടെക്നിക്കൽ സാങ്ഷൻ ലഭിച്ചാൽ ഉടൻ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുവാനാകുമെന്ന് MLA ആര്യടൻ ഷൗക്കത്ത് വ്യക്തമാക്കി. ഈ പ്ലോട്ടിലേക്കുള്ള വഴി, അതിന്റെ പണിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് നമുക്ക് കൃത്യമായി എത്ര തുക വേണ്ടി വരും ഈ ബിൽഡിങ്ങിന് എന്ന് കണക്കാക്കുന്നതിന് വേണ്ടിയിട്ട്, ഒരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഇവിടെ ഈ മണ്ണൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. മണ്ണ് പരിശോധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് പൈലിംഗ് വേണ്ടതുണ്ടോ എന്നുള്ളതൊക്കെ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് നാളെ മുതൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെങ്കിൽ ഇവിടേക്ക് ഇങ്ങോട്ടുള്ള വഴി ഉണ്ടാക്കി കൊടുക്കണം. അതിന് പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി ഈ വഴി വെട്ടി അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി അവർ മണ്ണ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ആ എസ്റ്റിമേറ്റ് എന്ന് തീരുമാനിച്ചതിന് ശേഷം അതിൻ്റെ TS കിട്ടിയാൽ ഉടനെ തന്നെ ഇതിന് വർക്ക് തുടങ്ങാനാവും. ആ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിർമ്മാണം പൂർത്തിയാകുവാൻ സമയമെടുക്കുമെങ്കിലും നാടിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞുവെന്നും MLA പറഞ്ഞു. പ്രസിഡന്റ് VP അഫീഫ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷർ, വാർഡ് മെമ്പർമാർ, രാഷ്ട്രീയ കക്ഷിയുടെ വിവിധ നേതാക്കൾ തുടങ്ങിയവർ MLAക്കൊപ്പം ഉണ്ടായിരുന്നു. കുരുന്നുകളുടെ കലാവിരുന്നൊരുക്കി ഈ വർഷത്തെ സെൻട്രൽ സഹോദയയുടെ കിഡ്സ് ഫെസ്റ്റിന് നിലമ്പൂർ PV's മോഡൽ സ്കൂളിൽ തിരിതെളിഞ്ഞു. 2 ദിവസങ്ങളിലായി നടക്കുന്ന കിഡ്സ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിലമ്പൂർ MLA ആര്യടൻ ഷൗക്കത്ത് നിർവഹിച്ചു. നമുക്കൊക്കെ എപ്പോഴും അറിയാം, നമ്മൾ പറയും കുട്ടികൾ മുഴുവൻ മൊബൈലിലാണ്. വാസ്തവത്തിൽ കുട്ടികൾക്ക് ഈ മൊബൈൽ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ആരാ? നമ്മളല്ലേ. കുട്ടിക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ റീൽസ് കാണിച്ച് കുട്ടി ഇങ്ങനെ ചൂണ്ടുവിരൽ കൊണ്ട് നീക്കി വളരെ ചെറുപ്പം മുതലേ അത് പഠിക്കുക. കാരണം എന്താ, നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്യണമെങ്കിൽ കുട്ടിയുടെ കയ്യിൽ നമ്മൾ മൊബൈൽ കൊടുക്കുക. മൊബൈൽ കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ ആ മൊബൈലിൽ നിന്ന് വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടിക്ക് പകർന്നു കൊടുക്കാൻ, അതിന് നമുക്ക് ഗൈഡ് ചെയ്യാൻ നമുക്ക് പലപ്പോഴും പറ്റുന്നില്ല. പലരും ആവേശത്തോടുകൂടി പറയും, ഞാൻ എൻ്റെ കുട്ടിക്ക് പരീക്ഷ ആയതുകൊണ്ട് ഞാൻ TV ഓഫ് ചെയ്ത് വെച്ചു, പിന്നെ ഞങ്ങൾ പരീക്ഷ കഴിഞ്ഞിട്ടേ തുറക്കും. അവിടെ നമുക്ക് പലപ്പോഴും പറ്റുന്നത്
കുട്ടി എന്താണ് ടി വിയിൽ നിന്ന് കാണേണ്ടത് എന്ന് ഗൈഡ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല. അതിന്റെ തുറന്നുള്ളൊരു സമ്മതമാണത്. ഉദ്ഘാടന ചടങ്ങിൽ നിലമ്പൂർ PV's മോഡൽ സ്കൂൾ പ്രിൻസിപ്പൽ ബിജു ജോസഫ് സ്വാഗതം പറഞ്ഞു. സെൻട്രൽ സഹോദയ ജനറൽ സെക്രട്ടറി CC അനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കൺവീനർ ഷഹല ബീഗം കിഡ്സിന്റെ സംഘാടക രീതികളെക്കുറിച്ച് വിശദീകരിച്ചു. സഹോദയ ട്രഷറർ ഷിജു വർക്കി നന്ദി പറഞ്ഞു. K റഫീഖ് മുഹമ്മദ്, C ജുബൈരിയ, സിസ്റ്റർ ഷെർലി വർഗീസ്, സിസ്റ്റർ മേരിജ, ചിത്ര സുരേഷ്, അബ്ദുൾ മനാഫ്, അബ്ദുൾ ജലീൽ, C വേണുഗോപാൽ, റാഷിദ്, റീന ടീച്ചർ, സിസ്റ്റർ ജിൻസി മരിയ, സിബി, ഹർഷിദ്, ഊർമിള പത്മനാഭൻ, സന്ദീപ്, സജ്ന സിയത്ത് എന്നിവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ മേഖലയിലെ 18 വിദ്യാലയങ്ങളിൽ നിന്നായി 1400ഓളം വിദ്യാർത്ഥികളാണ് മാറ്റുരയ്ക്കുന്നത്. LKG, UKG 1, 2 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ 4 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. 8 വേദികളിലായി 45 ഇനങ്ങളിൽ മത്സരങ്ങൾ നടക്കും. നാളെ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ സ്കൂൾ ചെയർമാനും രാജ്യസഭാ MP-യുമായ PV അബ്ദുൾ വഹാബ്, നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് എന്നിവർ മുഖ്യാതിഥികളാകും. കിഡ്സ് ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ആദരിച്ചുകൊണ്ട് മൊമന്റോയും നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു. അനുരാഗവേളയിൽ അമ്മ നൽകിയ തങ്കത്തിൽ പണി തീർത്ത പുരിനഖവും പ്രണയിനി പദചലനമേ നാട്യം പദമു പദമുഗ ഹൃദയലയലുഗ പ്രകൃതി പുരുഷുനേ പരവശിഞ്ചഗ നവജീവന രസമയ ഹാസ്യം തജം കണം തരും കിടതകജം തജം കണം തരും കിടതകജം തജം കണം തരും കിടതകജം തജം തജം കണം തരും കിടതകജം തകജം തജം കണം തരും കിടതകജം. സാർവത്രിക പാലിയേറ്റീവ് പരിചരണം അയൽപ്പക്ക കൂട്ടായ്മകളിലൂടെ എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് വണ്ടൂരിൽ സന്ദേശ പ്രയാണം സംഘടിപ്പിച്ചു. പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം പരിപാടി സംഘടിപ്പിച്ചത്. മണലിമൽ സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ വണ്ടൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ വാസുദേവൻ ഓട്ടുപാറ ജാഥയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ഏറ്റവും നല്ല പാലിയേറ്റീവ് പ്രവർത്തനമാണ് മലപ്പുറം ജില്ലയിൽ നടക്കുന്നതെന്നുള്ള കാര്യം പോലീസ് പ്രത്യേകിച്ച് ജോലി ചെയ്യുന്നതുകൊണ്ട് വളരെ നേരിട്ട് എനിക്ക് അറിയാം. ഇന്ന് കേരളത്തിലുടനീളം ഇതുപോലെയുള്ള ജാഥകൾ നടക്കുകയാണ്. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല പാലിയേറ്റീവ് പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. തീർച്ചയായിട്ടും നിരാലംബരായിട്ടുള്ള, നിസ്സഹായരായിട്ടുള്ള, നിർദ്ധനരായിട്ടുള്ള രോഗികൾക്ക് ഇത്തരം ഏറ്റവും നല്ല പ്രവർത്തനമാണ്, ഏറ്റവും നല്ല പരിചരണമാണ് നമ്മുടെ പാലിയേറ്റീവ് സന്നദ്ധ പ്രവർത്തകർ നടത്തുന്നത്. പാലിയേറ്റീവ് ചെയർമാൻ ഷെരീഫ് തുറയ്ക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT ഷംസുദ്ദീൻ പാലിയേറ്റീവ് ദിന സന്ദേശം നൽകി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ TK നിഷ, ഷാഹുൽ ഹമീദ്, KV സിന്ധു, ഉമ്മർകുട്ടി, ബേബി സക്കീന, പാലിയേറ്റീവ് സെക്രട്ടറി N സാദത്ത് അലി, ഭാരവാഹികളായ M സുബൈർ, IV ഷമീർ, C ഫിറോസ് ബാബു, നൌഷാദ് പുളിക്കൽ, KT നിസാമുദ്ദീൻ, O ജയചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, പാലിയേറ്റീവ് വളണ്ടിയർമാർ, ട്രോമ കെയർ പ്രവർത്തകർ, പൊതുപ്രവർത്തകർ, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ജാഥയിൽ പങ്കെടുത്തു. നാം ഓരോരുത്തരും ഈ സമൂഹത്തോട് ചെയ്യുന്ന ഉത്തരവാദിത്വ പൂർത്തീകരണമാണെന്ന് അറിയിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ പാലിയേറ്റീവ് ദിന സന്ദേശം വണ്ടൂർ പാലിയേറ്റീവ് വേണ്ടി സംഘടിപ്പിക്കുന്ന നമ്മൾ ഓരോരുത്തരെയും പാലിയേറ്റീവിന്റെ ആദ്യമായി ശ്രമിക്കുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ട മുൻ പ്രവാസികളെ വണ്ടൂർ ഏരിയ പ്രവാസി അസോസിയേഷൻ ആദരിച്ചു.
ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KT അജ്മൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ വണ്ടൂരിൻ്റെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ പതിറ്റാണ്ടുകളായി ഇടപെടുകയും അഭിപ്രായ നിർദ്ദേശങ്ങൾ പറയുകയും ഒരുപക്ഷെ ഈ നാടിനെ പലതരത്തിൽ നിങ്ങളുടെ കഴിവുകൊണ്ട് നിങ്ങളുടെ ഇച്ഛാശക്തി കൊണ്ട് നിയന്ത്രിക്കുകയും ഉപദേശം നൽകുകയും ചെയ്തിരുന്നതിനാണ്. വണ്ടൂരിൽ ഒരുപാട് പ്രവാസികൾ അറിയാം. നമ്മുടെ ജില്ലയുടെ തന്നെ ഒരു നട്ടല് എന്ന് പറയുന്നത് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളാണ്. ഒരു വീട്ടിൽ നിന്ന് ഒരംഗമെങ്കിലും പ്രവാസ ലോകത്തുള്ള വീടുകളാണ് നമ്മുടെ ഈ ജില്ലയിലുള്ള ഒട്ടുമുക്കാൽ പ്രദേശങ്ങൾ. ജീവിതത്തിൻ്റെ മുക്കാൽ ഭാഗവും പ്രവാസ ലോകത്ത് ചിലവഴിച്ച് ഇപ്പോൾ നാട്ടിൽ വന്ന് സെറ്റിലായ ആളുകളാണ് നിങ്ങളെല്ലാവരും. നമ്മുടെ നാട്, ഞങ്ങളൊക്കെ ജനപ്രതിനിധികളാണെങ്കിലും ഞങ്ങൾക്ക് മുമ്പേ ഒരുപാട് കഴിവും പ്രാപ്തിയും ഉള്ള ആളുകൾ ഞങ്ങളിരിക്കുന്ന കസേരകളിൽ, ഞങ്ങളിരിക്കുന്ന പദവികളിൽ ഇരുന്ന് പോയിട്ടുണ്ടെങ്കിലും അതിനൊക്കെ പുറത്താണ് നമ്മുടെ നാട്ടുകാരുടെ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള പിന്തുണ നമ്മുടെ നാടിൻ്റെ സമഗ്രമായ വളർച്ചയ്ക്ക് കാരണമായി. വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട KT ഷംസുദ്ദീൻ, പോരൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം കുന്നുമൽ, വണ്ടൂർ പഞ്ചായത്ത് അംഗമായ EP മുഹമ്മദ് കുഞ്ഞി, പോരൂർ പഞ്ചായത്ത് അംഗങ്ങളായ അബ്ദുൾ നാസർ, അബ്ബാസ് ഹാജി, P അബ്ദുൾ സലാം, അബ്ദുൾ ഷുക്കൂർ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. അയൂബ് കരുമാര അധ്യക്ഷത വഹിച്ചു. പാപ്പറ്റ കുഞ്ഞി മുഹമ്മദ്, ജലീൽ നീലാമ്പ്ര, M അയൂബ്, മുഹമ്മദ് മധുരക്കറിയൻ, PMA കരീം തുടങ്ങിയവർ സംസാരിച്ചു. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിന്റെ ഭാഗമായുള്ള ബ്ലോക്ക് തല ക്രിക്കറ്റ് മത്സരം പോരൂർ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നടന്നു. മത്സരത്തിൽ തൃക്കലങ്ങോട് പഞ്ചായത്ത് ജേതാക്കളായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K അമൃത പരിപാടി ഉദ്ഘാടനം ചെയ്തു. പോരൂർ തിരുവാലി ടീമുകൾ തമ്മിലുള്ള ആദ്യ മത്സരത്തോടെയാണ് ടൂർണമെന്റിന് തുടക്കമായത്. പോരൂർ, തിരുവാലി, തൃക്കലങ്ങോട് എന്നീ 3 ടീമുകളാണ് ഇത്തവണ ബ്ലോക്ക് തല ക്രിക്കറ്റ് മത്സരങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഫൈനൽ മത്സരത്തിൽ പോരൂർ പഞ്ചായത്തിനെ പരാജയപ്പെടുത്തിയാണ് തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്ത് ജേതാക്കളായത്. കേരളോത്സവത്തിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ വിവിധ കലാകായിക മത്സരങ്ങൾ ബ്ലോക്കിലെ വിവിധ ഭാഗങ്ങളിൽ നടക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K അമൃത പറഞ്ഞു. യുവജനങ്ങളുടെ കായിക ക്ഷമതയും കലാവൈഭവവും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഓരോ വർഷവും കേരളോത്സവം സംഘടിപ്പിക്കപ്പെട്ടു വരുന്നത്. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിന്റെ ഭാഗമായുള്ള സ്റ്റേജ് ഇതര മത്സരങ്ങൾ ബ്ലോക്ക് ഹാളിൽ സംഘടിപ്പിച്ചു. വിജയികൾക്ക് പ്രസിഡന്റ് K അമൃത സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. കലാമത്സരങ്ങളുടെ ഭാഗമായുള്ള സ്റ്റേജ് ഇതര മത്സരങ്ങളാണ് ബ്ലോക്ക് ഹാളിൽ സംഘടിപ്പിച്ചത്. മാപ്പിളപ്പാട്ട്, മോണോ ആക്ട്, കവിതാലാപനം തുടങ്ങിയ മത്സരങ്ങൾ ആവേശകരമായി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അലി പന്തലിങ്ങൽ, അബ്ദുൾ റസാഖ്, T സിറാജുദ്ദീൻ, സജ്ന മോൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഒട്ടക്കുടലുമതുണ്ടേ ശിരനിലിട്ടേ മൊത്ത സുജൂതിയിലാണ്ടേ പിത്തനയിട്ടോ നിന്റെ ഒട്ടക്കുടലുമതുണ്ടേ ശിരനിലിട്ടേ നളർത്തു നടപടി എതിർത്തു മതിമുകി എടുത്തു വികൃതമേ കടത്തിടലായി പാടച്ചട്ട. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകളിലേക്ക് തിരിച്ചു വരാം. വാർത്തകൾ തുടരുന്നു. പ്രിയ പ്രേക്ഷകരെ, പോരൂർ മണ്ഡലം മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് മെമ്പർമാരെ ആദരിച്ചു. ചെറുകോട് ഇന്ദിരാഭവൻ ഹാളിൽ നടന്ന പരിപാടി മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി KK പുഷ്പവല്ലി ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ എന്തായാലും സഹകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് മുന്നേറ്റം ഉണ്ടാവാൻ സാധിച്ചത്. എല്ലാ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ സഹകരിച്ചിട്ടുണ്ട്. എല്ലാ മഹിളാ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കും അതിനായിട്ട് അഭിനന്ദനം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജുൽഫീന അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് P ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് മെമ്പർമാരായ അബ്ദുൾ ഷുക്കൂർ, മഠത്തിൽ അബ്ബാസ് ഹാജി, ശ്യാം P ശിവശങ്കരൻ, K കൃഷ്ണജ്യോതി, ജുൽഫീന, K സിന്ധു, ഭാഗ്യലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു.
സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ വിജയചരിത്രം ആവർത്തിച്ച് പാലേമാട് ശ്രീ വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ. ഹയർ സെക്കൻഡറി വിഭാഗം ദേശഭക്തി ഗാനാലാപന മത്സരത്തിലാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ച് സ്കൂൾ ടീം എ ഗ്രേഡ് കരസ്ഥമാക്കിയത്. വർഷങ്ങളായി സംസ്ഥാന തലത്തിൽ ദേശഭക്തി ഗാനം, സംഘഗാനം എന്നീ ഇനങ്ങളിൽ പാലേമാട് സ്കൂൾ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാറുണ്ട്. ആ പതിവ് തെറ്റിക്കാതെയാണ് ഇത്തവണയും തൃശൂരിലെ വേദിയിൽ ഇവർ എത്തിയത്. വിജയത്തിന് പിന്നിലെ കൂട്ടുകെട്ട് സ്കൂളിലെ മുൻ അധ്യാപകനും പ്രശസ്ത ഗാനരചയിതാവുമായ സുരേഷ് നടുവത്ത് രചിച്ച വരികൾക്ക് നോബി ബെൻടെക്സ് നൽകിയ മനോഹരമായ സംഗീതമാണ്. ഹിമഗിരിയുടെ അരുണകിരണ മലകടലിലൊരുദയകരിമയുണരുമതിനു പേരിടുന്നു ഭാരതം ഭാരതം. പലയുഗ നദി ഇവിടെയൊഴുകി ഒരു നവസുമഴകിൽ വിരിയും ഉദയമതിനു പേരതാണു ഭാരതം. വരദേ മഹിമേ ശുഭദേ സുഖദേ ജനനി ഞങ്ങൾ കൈതൊടുന്നു സാഗരം. ഹൃദയഭരണമൊഴുകിടും ഒരു ഭാരതം. ധരണീ ഭഗിനി കരുണാമയിനി സഹന സമര ഗരിമയാർന്ന ഭാരതി. വർഷങ്ങളായി ഈ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ഗാനങ്ങളാണ് പാലേമാടിന് സംസ്ഥാന തലത്തിൽ നേട്ടങ്ങൾ സമ്മാനിക്കുന്നത്. ആൻമരിയ അജിൻ, അലീന റജി, ഫെൻഷ ദാഷിൻ, നിരഞ്ജന ദാസ്, എൻ അഹമ്മദ് അൻഷിഫ്, മീര എസ് നായർ, എസ് ദേവനന്ദ എന്നീ 7 വിദ്യാർത്ഥികളാണ് സ്കൂളിനെ പ്രതിനിധീകരിച്ച് വേദിയിൽ പാടിയത്. ടീമിന് നേതൃത്വം നൽകി അധ്യാപകനായ ഉണ്ണികൃഷ്ണൻ സി, സ്കൂൾ കലോത്സവ കൺവീനർ ഡി ശ്രീലേഖ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. മികച്ച ചിട്ടവട്ടങ്ങളും പരിശീലനവുമാണ് പാലേമാട് വിവേകാനന്ദ സ്കൂളിന് സംസ്ഥാന തലത്തിൽ ഈ നേട്ടം കരസ്ഥമാക്കിയത്. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ വണ്ടൂർ ഘടകത്തിന്റെ 28ാമത് ഇൻസ്റ്റലേഷൻ സെറിമണി സംഘടിപ്പിച്ചു. സംഘടനയുടെ 28ാമത് പ്രസിഡന്റായി ജെസി അഡ്വക്കേറ്റ് പ്രണവ് വി കെ പണിക്കർ ചുമതലയേറ്റു. ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. യുവജന സംഘടനാ രംഗത്തുമൊക്കെ നിരവധി അവസരങ്ങളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള പ്രണവിന് ഈ ഒരു ദൗത്യം ഏറ്റവും മനോഹരമായി നിർവഹിക്കാൻ കഴിയും എന്നുള്ള ഉറച്ച ബോധ്യമിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഒരുപാട് യൂത്ത് ഓർഗനൈസേഷൻ, യുവജന ക്ലബ്ബുകൾ, ചാരിറ്റികൾ, നവമാധ്യമ സോഷ്യൽ മീഡിയ കൂട്ടായ്മകൾ, ഇങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ പല മേഖലകളിലായുള്ള ഒരു നാടാണ് നമ്മുടെ നാട്, പ്രത്യേകിച്ച് കേരളം, മലപ്പുറം ഒക്കെ. JCI നാഷണൽ ഡയറക്ടർ JFSK ചിത്ര മുഖ്യാതിഥിയായിരുന്നു. സോൺ വൈസ് പ്രസിഡന്റ് JFM ആഷിർ റഹ്മാൻ ഗസ്റ്റ് ഓഫ് ഓണറായിരുന്നു. പുതിയ അംഗങ്ങൾക്കുള്ള സത്യവാചകം അദ്ദേഹം ചൊല്ലിക്കൊടുത്തു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. ഡോക്ടർ സുലൈമാൻ JCI കമാൽ പത്ര പുരസ്കാരവും മുഹസിൻ വണ്ടൂർ സല്യൂട്ട് ദി സൈലന്റ് സ്റ്റാർ പുരസ്കാരവും ശ്രദ്ധ സുമേഷ് JCI ഔട്ട്സ്റ്റാൻഡിംഗ് യങ്സ് പേഴ്സൺ പുരസ്കാരവും നേടി. ചടങ്ങിൽ ഡോക്ടർ അമീർ വാളശ്ശേരി, P ലിഷ്ണ, മസും കണ്ണിയൻ, ഹിഷാം ഹൈദർ, ആസിഫ് പുലത്ത്, P ഹനീൻ, M അദിൻ, അൻവർ കല്ലിങ്ങൽ, രോഹിത് കൃഷ്ണകുമാർ, ബിനുകുമാർ, ഡോക്ടർ സുഹൈൽ, ഷാനവാസ്, സക്കീർ ഹുസൈൻ, മനോജ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വണ്ടൂരിലെ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ഈ വർഷത്തെ സംസ്ഥാന കലോത്സവത്തിന് നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും സംഘനൃത്തം, വൃന്ദവാദ്യം എന്നീ ഗ്രൂപ്പ് ഇനങ്ങളിലും വയലിൻ ഓറിയന്റൽ വിഭാഗത്തിലും മത്സരിക്കുന്ന വിദ്യാർത്ഥികൾ അവർക്ക് ഊഷ്മളമായ ഒരു യാത്രയയപ്പ് നൽകി. സ്കൂളിൽ നിന്നും ആദ്യമായിട്ടാണ് ഇത്രയും കുട്ടികൾ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാം ചേർന്ന് യാത്രയയപ്പ് വലിയൊരു ആഘോഷമാക്കി മാറ്റി. സ്കൂൾ പ്രിൻസിപ്പൽ അനിൽ പീറ്റർ സ്വാഗതവും SMC ചെയർമാൻ കോയ കടവത്ത് അധ്യക്ഷതയും വഹിച്ചു. അധ്യാപകരായ റഷീദ്, റഫീഖ്, സംഗീത, ലിജിന എന്നിവർ പരിപാടികളിൽ പങ്കെടുത്തു. അപ്പോൾ നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരുവാരകുണ്ടിൽ നിന്നും കഴിഞ്ഞ ദിവസം കാണാതായ 14-കാരിയെ വണ്ടൂർ വാണിയമ്പലത്തിനടുത്ത് കുറ്റിക്കാട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. സംഭവത്തിൽ ആൺ സുഹൃത്ത് പോലീസിന്റെ കസ്റ്റഡിയിൽ. കൊലപാതകമെന്ന് പോലീസ്.
നിലമ്പൂർ ഗവൺമെന്റ് കോളേജിനായുള്ള പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾക്ക് തുടക്കമായി. നിർദ്ദിഷ്ട സ്ഥലത്ത് മണ്ണ് പരിശോധന നാളെ മുതൽ ആരംഭിക്കുമെന്ന് ആര്യടൻ ഷൗക്കത്ത് MLA. CBSE സെൻട്രൽ സഹോദയ കിഡ്സ് ഫെസ്റ്റിന് നിലമ്പൂർ PV's മോഡൽ സ്കൂളിൽ തുടക്കം. വേദികളിൽ കുഞ്ഞു മത്സരാർത്ഥികളുടെ കലാപ്രകടനങ്ങൾ മികവാർന്നത്. പ്രിയ പ്രേക്ഷകരെ, ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Fashion ranging from rupees 19 to rupees 999. Atlas Fashion, now at Minerva Padi, Nilambur. നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ജനുവരി 26 മുതൽ 30 വരെ. മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. ജനസേവന രംഗത്ത് പുത്തൻ പ്രതീക്ഷകളുമായി ചുങ്കത്തറ സർവീസ് സഹകരണ ബാങ്ക്. ചുങ്കത്തറ സർവീസ് സഹകരണ ബാങ്ക്. Poppies Baby Skin Safe Dresses. പണമില്ലെങ്കിൽ വിഷമിക്കേണ്ട. സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും. മിതമായ നിരക്കിൽ നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു തരുന്നു. KM Solar World, complete solar solution. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി.